മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്ക് പൂർണ്ണ വിരാമമിട്ട് കേരള കോൺഗ്രസ് മാണി നേതൃത്വം. കേരള കോൺഗ്രസ് LDFൽ ഉറച്ചു നിൽക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. മുന്നണി മാറ്റം സംബന്ധിച്ച വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പാർട്ടി ശത്രുക്കളാണെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. ജില്ലാതലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലുണ്ട്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനുണ്ട്. ചോദിച്ചത് അജണ്ട സാധാരണ തീരുമാനിക്കുന്നതൊക്കെ സാധാരണ രീതിയിൽ മീഡിയ അജണ്ട ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഇനി ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോളൂ. നിങ്ങൾക്ക് ആർക്കും ആ സംശയത്തിന് ആവശ്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട്. അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിക്കുന്നത് ഈ പാർട്ടിയെ വിഷമത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണെന്ന് പാർട്ടി ചെയർമാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അറിയാത്തതും ഞാൻ പറഞ്ഞിട്ടില്ലാത്തതുമായ ഒരു വാർത്തയാണ്. സഭയോടും സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ ആത്മീയമായ നേതാക്കളോടും സ്ഥാപനങ്ങളോടും അഗാധമായ ആദരവുള്ള ഒരാളാണ്. ഞാനുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാത്ത അത്തരമൊരു വാർത്ത പ്രചരിച്ചത് ഏറെ വേദനയുണ്ടാക്കി. ചെയർമാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ? അത് തന്നെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം അതാണല്ലോ. അതാണ് ഞങ്ങൾക്ക് സംശയം. ഒരു പരാജയ ഭീതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു അഭ്യൂഹങ്ങൾ പരത്തുകയും ആരെങ്കിലും കിട്ടുമോ എന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട വാർത്തകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ നിൽക്കുന്ന മുന്നണിയല്ലേ, ചെയർമാൻ പറഞ്ഞല്ലോ, LDF മുന്നണി തന്നെയാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ല, യാതൊരു ഇടപെടലും ഇല്ല. പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് കോട്ടയത്ത്. സനോജ്, ഏതായാലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലായിരുന്നു മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത 5 MLA-മാർക്ക് 5 നിലപാടെന്നുള്ള അർത്ഥത്തിലായിരുന്നു. ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ തന്നെ 5 MLA-മാരും എന്താണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി. പിന്നാലെയായിരുന്നു ജോസ് കെ മാണി MP പറയുകയും ചെയ്തത് LDFൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് അവർ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഏതായാലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹം അവർ MLA-മാർ ഉൾപ്പെടെ നൽകുകയും ചെയ്തു. എന്തായാലും ഈ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ള മറ്റു വിവരങ്ങൾ? സിജു, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടരുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിരിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടരുകയും അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങളോട് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുമെന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട വാർത്ത വസ്തുതാവിരുദ്ധമാണ് എന്ന് കേരള കോൺഗ്രസിൻ്റെ 5 MLA-മാരും ഇവിടെ വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി. പാർട്ടി മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജും ജോബ് മൈക്കിളും പ്രമോദ് നാരായണനും സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ഉൾപ്പെടെയുള്ള MLA-മാർ ഒരുമിച്ചാണ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത്. പിന്നാലെ ജോസ് കെ മാണിയും പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി. ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയപ്പെടുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകനവും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ LDFൻ്റെ മേഖലാജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലാജാഥയിലെ ക്യാപ്റ്റൻ ജോസ് കെ മാണിയാണ്. നേരത്തെ മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോൾ ജോസ് കെ മാണി മേഖലാജാഥയിൽ പങ്കെടുക്കുകയില്ല എന്ന് വരെ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുകയുണ്ടായി. എന്നാൽ ജോസ് കെ മാണി മേഖലാ ക്യാപ്റ്റനായി നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ പാർലമെൻറ്റ് സമ്മേളനവും ഒപ്പം തന്നെ പാർലമെൻറ്റിൽ ബജറ്റ് അവതരണവും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ആ ഘട്ടത്തിൽ ഒരുപക്ഷെ മാറി നിൽക്കേണ്ടി വരുമെന്ന് അദ്ദേഹം LDF നേതാക്കന്മാരെ അറിയിച്ചിരുന്നു. പിന്നീട് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹം ആ നിലപാട് തന്നെയാണ് ആവർത്തിക്കപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ മേഖലാജാഥയിൽ ക്യാപ്റ്റനാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും ജോസ് കെ മാണി മേഖലാ ജാഥയിൽ പങ്കെടുക്കാതെ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറി നിൽക്കേണ്ട സമയങ്ങളിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെ ഇതിൻ്റെ ക്യാപ്റ്റൻ്റെ ചുമതല ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ സംബന്ധിച്ചും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാവും. എന്തായാലും മാധ്യമ വാർത്തകൾ അസ്ഥാനത്താണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകൾ. സിജു, ശരി. സരോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് ചേരുന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.